അരിഷ്ട തപോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു. ദശരഥനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമെന്ന് നിനച്ചു ഖേദിക്കേണ്ട മനസ്സീ. നാടിനെ കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഗുണ്ടിൽപേട്ടയിൽ വാഹനാപകടമുണ്ടായത്. ധനേഷും കുടുംബവും നാടിന്റെ നൊമ്പരമായി. ആദിനായകൻ മറഞ്ഞിടിനാശ നോക്കി 6 വയസ്സുകാരനടക്കം 3 പേരെയാണ് അപകടത്തിൽ നഷ്ടമായത്. കേരള വിഷൻ ജീവനക്കാരനായ ധനേഷ് നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. ധനേഷിന്റെയും കുടുംബത്തിന്റെയും അപ്രതീക്ഷിത വിയോഗത്തിൽ നാടൊന്നാകെ തീരാവേദനയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഏറെ നടുക്കുന്നതായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട ബൈക്കിനെ റോഡിലൂടെ വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു. 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ധനേഷ്, ഭാര്യ അഞ്ജു, മകൻ ഇഷാൻ കൃഷ്ണ എന്നിവരുടെ മൃതദേഹം ഗോവിന്ദമൂലയിലെ വീട്ടിലെത്തിച്ചപ്പോൾ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് വീട്ടിലേക്കെത്തിയത്. COA സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. തലയന്മാരായെന്നു കണ്ടോ ദശരഥൻ മനസ്സിൽ വളർന്നോര് പരമാനന്ദം കൊണ്ടു നായകനെ ബഹുമാനിച്ചു നന്നായി ആമോദം വളർന്നു രാമലക്ഷ്മണന്മാരും പോലെ